ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി മുത്തേതൊന്നും അറിയില്ല, ഖബറേതാണെന്നും അറിയില്ല. വായിക്കടാ. ഖവാത്തീൻ്റെ വൽ ഖത്തു, ഖത്ത് എന്ന് പറഞ്ഞാൽ ഖവാഇദിനെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ വൽ ഖത്തു ബിൽ ഖവാഇദി, ഖായിദകളെ, പൊതുതത്വങ്ങളെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആകുന്നത് ബീന്നല്ലടാ, ബി. വായിക്ക്. എന്നാ വായിക്കാം പോടാ. ബി ഖതയ്യത്തി അദില്ലത്തിഹ, ഒന്നാം ക്ലാസ് അല്ലേ. മുദാഫ് അറിയാം, മുദാഫിലി അറിയില്ല, മുത്തി അറിയാം, ഖബറു അറിയില്ല. അതിൻ്റെ ദലീലുകളെ ഉറപ്പിക്കൽ കൊണ്ടാണ്. വൽക്കത്തോ ഉറപ്പിക്കലാകുന്നത് മൗത്തേണ് ഫിൽ ഖവായിദ്, കായിദകളെ, പൊതുതത്വത്തിന് ഗണ്യതമായത് ഉറപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കലാകുന്നത്. മൂത്തി അറിയില്ല, ഖബറും അറിയില്ല, അലിഫ്ലാം ഉണ്ടോന്നും കാണൂല, സിഫത്തും അറിയില്ല, ഇസ്മഫൂലും അറിയില്ല, ഇസ്മുഫായിലും അറിയില്ല, വലിപ്പം തന്നെ ഉള്ളൂ. വൽക്കത്ത് ഉറപ്പിക്കലാകുന്നത്, ഒന്ന് വായിച്ചരോ, എടുത്ത് പോയിക്കോളൂ. കായിദകളെ ഉറപ്പിക്കലാകുന്നത്, മൂളാതെ പറയടാ നേരൊക്കെ. അതിൻ്റെ ദലീലുകൾ കത്ത് ഉറപ്പിക്കൽ കൊണ്ടാണ്. മൂത്താണ് വൽക്കത്തു എന്ന് പറഞ്ഞത്, ഉറപ്പിക്കലാകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. കായിദകളെ ഉറപ്പിക്കലാകുന്നത്, ഉറപ്പിക്കപ്പെട്ട കായിദ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് ഉറപ്പിക്കൽ? ആ ഉറപ്പിക്കലാകുന്നത് മൂത്താണ്. ഒന്നാം ക്ലാസ് അല്ലേ. ഈ കത്തേയത്തെ അതില്ലത്തി, അതിൻ്റെ ദലീലുകൾ ഉറപ്പിക്കൽ കൊണ്ടാണ്. ഖബറാണത്. ഇതിൻ്റെ ഉറപ്പിക്കലാവുന്നത് ബി കത്തേയത്തെ അതില്ലത്തിൻ്റെ ദലീലുകൾ കത്തേയത്താവൽ കൊണ്ടാണ്. ഖബറാണ്. മരപ്പട്ടം പറഞ്ഞ മാതിരല്ലേ പറയുക. നേരക്ക് മാണെന്ന് വിചാരിച്ചുകൊണ്ട് കൃത്യത്തിന് അർത്ഥം വെക്കുക. മൂത്താക്കിയാണ്ട് അർത്ഥം വെക്കുക. ഖബറാക്കി അർത്ഥം വെക്കുക. അതിൻ്റെ ദലീലുകൾ ഉറപ്പിക്കൽ കൊണ്ടാണ്. ഏതായ ദലീലുകൾ? എടാ അവിടെ ഫുള്ള് ചെറാണ്, അതിൻ്റെ സിഫത്താണ് ഇനി വരുന്നത്. ഇങ്ങനെ റഫ് ഇടണേ. ഏതായ ദലീലുകൾ അൽ മുബയ്യനത്തി, അതിന് വിവരിക്കപ്പെട്ടതായ, അൽ മുബയ്യനത്തി, അതിനെ വിവരിക്കപ്പെട്ടതായ ആ ദലീലുകളുടെ മഹല്ലുകളിൽ, അതിൻ്റെതായ സ്ഥലങ്ങളിൽ, ബി ഖതയ്യത്തി അതില്ലത്തി, അതിൻ്റെ ദലീലുകൾ ഉറപ്പിക്കപ്പെടൽ കൊണ്ടാണ്. ഏതായ ദലീലുകൾ? അതിനെ വിവരിക്കപ്പെട്ടതായ ആ ദലീലുകളുടെ സ്ഥാനങ്ങളിൽ വിവരിക്കപ്പെട്ടതായ ആ ദലീലുകളെ ഉറപ്പിക്കൽ കൊണ്ടാണ് ഖവായിദിനെ ഉറപ്പിക്കലാവും. ദലീല് ഉറപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ദലീല് ഗണ്യതമായിരിക്കും. ദലീലുകൾ ഏതുപോലെ? ലിൽഇൽമി, ഉറപ്പിനെ ഉണ്ടാക്കുന്ന ബുദ്ധി എന്ന ദലീല് പോലെ. അൽ അഖലി എന്ന ദലീല് പോലെ. അൽ മുസ്ബിത്തി ലിൽഇൽമി, ഉറപ്പിനെ ഉണ്ടാക്കുന്ന. അങ്ങനല്ല. അൽ അഖില് പോലെ. ഏതായ അഖില് എന്ന ദലീല് പോലെ. എങ്ങനെയുള്ള അഖില്? അൽ മുസ്ബിത്ത് ലിൽ ഇൽമി, അത് ഇൽമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തും. അൽ കുദറത്തുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തും. അള്ളാഹ്ക്ക് എൽമും കുദറത്തും ഉണ്ടെന്ന് സ്ഥിരപ്പെടുത്തൽ എന്തുകൊണ്ടാണ്? ബുദ്ധി കൊണ്ടാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കുക അള്ളാഹ്ക്ക് എന്തുണ്ടാവണമെന്ന്. അത് പൊട്ടനല്ലല്ല. എൽമും കുദറത്തും അള്ളാഹ്ക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവെന്താ? അഖല, ബുദ്ധി എന്ന തെളിവ് പോലെ. ഏതായ ബുദ്ധി? അൽ മുസ്ബിത്ത്, അത് സ്ഥിരമാക്കും. ലിൽ ഇൽമി അൽ കുദറത്തിൽ ഇല്ലാഹി തആല, അള്ളാഹ്ക്ക് എൽമും കുദറത്തിനും സ്ഥിരമാക്കും എന്നതായ. കഴിഞ്ഞോ? കിതാബില്ലേ? വന്നസൂസി, ഖുർആന് നസ്സുകൾ പോലെ. നസ്സ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തിൽ വ്യക്തമായി പറഞ്ഞത്. വന്നസൂസി കൽ അഖിലി, ദലീലുകൾ ഏതുപോലെ? കായിദകളെ കത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ദലീലുകൾ കത്ത് ആകൽ കൊണ്ടാണ്, ഗണ്യതമാകൽ കൊണ്ടാണ്. ദലീലുകൾ ഏതുപോലെ? അഖല് പോലെ. പിന്നെന്താ? വന്നസൂസി, ഞാൻ തന്നെ വായിച്ചോളാം, ഞാൻ തന്നെ ഓതിക്കോളാം, ഞാൻ തന്നെ പഠിച്ചോളാം.
വന്നസൂസി നസ്സുകൾ പോലെ. നസ്സ് പറഞ്ഞാൽ ഖുർആനും സുന്നത്തിൻ്റെ വ്യക്തമായ പദങ്ങൾ, വ്യക്തമായി പറഞ്ഞ ആയത്തുകൾ ഹദീസുകൾ. പോലെ ഇജ്മായി ഇജ്മാവ് പോലെ. അതൊക്കെ ഏതായ അൽ മുസ്ബിത്തത്തി കക്കാളല്ല ലിൽ വാസി വൽ ഹിസാബി, പുനർജീവിതത്തെയും വിചാരണയെയും അതൊക്കെ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഇജ്മാവും നസ്സുകളും പോലെ. അപ്പോൾ എന്ത് അത് വിശ്വാസപരമായ കാര്യത്തിൽ നമ്മൾ പറയാൻ പോണാണ് എന്ത് പുനർജീവിതവും ഹിസാബൊക്കെ ഉണ്ട്. ആ കായികയെ സ്ഥിരപ്പെടുത്തുന്ന ഏതുപോലെ ഇജ്മാവും നസ്സുകളും പോലെ. നസ്സൂസി നസ്സുകൾ പോലെ, ഇജ്മാവ് പോലെ സ്ഥിരമാക്കുന്ന, അത് സ്ഥിരപ്പെടുത്തുന്ന, പുനർജീവിതത്തെ ഹിസാബിനെയൊക്കെ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്നതായ ഇജ്മാവും നസ്സുകളും പോലെ. അതൊക്കെ ദലീലുകളാണ് ഇജ്മാവും നസ്സും. സഹാബത്തിന്റെ ഇജ്മാവ് പോലെ അത് സ്ഥിരപ്പെടുത്തും. ഖിയാസ് ഹുജ്ജത്താണ്. ഖിയാസ് ഇസ്ലാമിൻ്റെ ഒരു പ്രമാണമാണ്. ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. ഖിയാസ് ഹുജ്ജത്താണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഇത് തെളിവെന്താണ്? സഹാബത്തിൻ്റെ ഇജ്മാഅാണ്. സഹാബത്ത് അങ്ങനെ ഖിയാസാക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെ. ഖബർ വാഹിദ് പോലെ, അതായത് ഒറ്റ ഹദീസ്, മുതവാത്തിറല്ലാത്ത ഹദീസുകൾ പോലെ. എടുക്കാടത്ത് കല്ലഖിലി മഖത്ഫൻ, കല്ലഖിലി വന്നസൂസി വൽ ഇജ്മാഇ പിന്നെ ഖബറിൽ വാഹിദി, ഖബറിൽ വാഹിദ് പോലെ. പ്രത്തനം പറഞ്ഞ്, അഖില് പറഞ്ഞ്, നസ്സ് പറഞ്ഞ്, ഇജ്മാവ് പറഞ്ഞ്, ഇജ്മാവ് സ്വഹാബത്ത് പറഞ്ഞ്, പിന്നെ ഖബറുൽ വാഹിദ് പോലെ. അത് മറ്റൊരു ദലീലാണ്. അത് എന്തുകൊണ്ട് ദലീലായി? ഹൈസ് അമില, അമൽ ചെയ്തതിന് വേണ്ടി. ഫയലാണ് നേരക്ക് വായിച്ച് മൂളല്ല, ഫയൽ റഫാക്കി വായിച്ച് തിരണം, കേൾക്കണം, എൻ്റെ ചെവി കൂടെ കേട്ടോട്ടെ. അവരിൽ അധികവും സഹാബത്തിൽ അധിക പേരും ഹൈസ് അമില, അമൽ ചെയ്തു. അതായത് ഖബർ വാഹിദ് കൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട്. ബിഹിമ ഈ ഖിയാസ് കൊണ്ടും ഖബർ വാഹിദ് കൊണ്ടും അമൽ ചെയ്തതിന് വേണ്ടി. അങ്ങനെയല്ലട്ടാ. അവിടെ അങ്ങനെയാണ്. ഒക്കെ ഇജ്മാഇ സഹാബത്തി, സഹാബത്തിന്റെ ഇജ്മാവ് പോലെ. അൽ മുസ്ബിതത്തെ അത് സ്ഥിരമാക്കും. എന്തിന്? ഖിയാസ് ഹുജ്ജത്താണ് എന്നതിനെയും പിന്നെ എന്തിനെയും അങ്ങോട്ടത്ത് ഖബർ വാഹിദ് ഹുജ്ജത്താണ് എന്നതിനെയും. മനസ്സിലായ? എന്ത്? ഖിയാസ് ഹുജ്ജത്താണ് എന്നതിനെയും സ്ഥിരപ്പെടുത്തുന്ന സഹാബത്തിന്റെ ഇജ്മാവ് പോലെ. ഇതിൽ പറയുന്നൊരു കായികയാണ് ഖിയാസ് ഹുജ്ജത്താണ്, ഖബർ വാഹിദ് ഹുജ്ജത്താണ്. അതിൻ്റെ തെളിവെന്താ? ഇജ്മാഉ സ്വഹാബത്താണ്. മനസ്സിലായ? അത് ഗണ്യതമായൊരു തെളിവാണ്. ഹൈസ് അമില, അമൽ ചെയ്തതിന് വേണ്ടി, കസീറു മിൻഹും, സഹാബത്തിൽ അധികവും, ബിഹിമ ഖിയാസ് കൊണ്ട് ഖബർ വാഹിദ് കൊണ്ടും. എങ്ങനെയായ നിലക്ക്? ആവർത്തിച്ചതായ നിലക്ക്, വ്യാപകമായ നിലക്ക്. ബാക്കിയുള്ള സ്വഹാബത്ത് അതിനെ മൗനം പാലിക്കുകയും ചെയ്യലോട് കൂടാതെ എതിർത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇജ്മാഅ് കുറെ ആളുകാർ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ എതിർക്കുകയാണെന്ന് ഇജ്മാഅ് എന്ന് പറയില്ല. ബാക്കിയുള്ളവരൊക്കെ എന്തും ചെയ്തിട്ടുണ്ട്. അതിന് ഏതിനെ ഈ ഖിയാസ് ഹുജ്ജത്താക്കുകയും ഖബർ വാഹിദ് ഹുജ്ജത്താക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കുറെ സ്വഹാബികൾ അമൽ ചെയ്തപ്പോൾ ബാക്കിയുള്ളവരെ എതിർത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്നായിട്ട് എല്ലാവരും അംഗീകരിച്ച മാതിരിയായി. അപ്പോൾ സഹാബത്തിന്റെ ഇജ്മാഅ്. പിന്നെ അല്ലതി എങ്ങനെയുള്ള ബാക്കിയുള്ളവരുടെ സുക്കൂത്ത്, ആ സുക്കൂത്തിന്റെ ബയാന സിഫത്താണ്. അല്ലതി എങ്ങനെയുള്ള സുക്കൂത്താണ്? അത് ബിമിസ്ലി ദാലിക, ഇത് പോലാത്തതിൽ, ഫിഫാഖുൻ, അല്ലതി എങ്ങനെയുള്ളതായ
സുക്കൂത്തുൽ ബാക്കിനെയാണ് ഹുവ, ആ സുക്കൂത്തുൽ ബാക്കിയുള്ളവരുടെ സുക്കൂത്താണ് അത്. ഫിമിസിലി ദാലിക, ഇത് പോലാത്തതിൽ വിഫാഖുൻ യോജിക്കലാണ് അതൽ പതിവിൽ. അതെല്ലാവരും കൂടി ഇത്തിഫാഖ് ആവലാണ്. വിഫാഖ് എന്ന് പറഞ്ഞാല് ഹുവ അതാകുന്നത് വിഫാഖുൻ ഏകോപിക്കലാണ്. അതൽ പതിവിൽ അതിന് ഏകോപിക്കൽ എന്ന് പറയും. ഫിമിസിലി ദാലിക ഇത് പോലാത്തത്. ഇത് പോലാത്തത് തന്നെ എന്തിനാൽ പൊതുതത്വങ്ങളാൽ, പൊതു അടിസ്ഥാനത്തിനാൽ. എന്താണ് പറഞ്ഞത്? മാ സുക്കൂത്തിൽ ബാക്കീന, ബാക്കിയുള്ളവർ മൗനം പാലിക്കലോട് കൂടെ. ഏതായ മൗനം? ആ മൗനമാവുന്ന വിഫാഖുൻ എല്ലാവരും ഏകോപിക്കൽ പെടുന്നതാണ്, ഏകോപിക്കലാണ്. ഈ മിസിൽ ദാലിക ഇത് പോലാത്തതിൽ ഏകോപിക്കലാണെന്ന് പറയാൻ പറ്റും. ഇത് പോലാത്തത് പറഞ്ഞാൽ എന്തിനാൽ? അടിസ്ഥാനങ്ങളാൽ. ഇനി വേറെടാ ഖബർ മുഖദ്ദമാണ്, അത് പുതിയ ഇത് പറയാം, അവിടെ സ്റ്റോപ്പാണ്. ഇനി വേറെ പറയാം. അപ്പോൾ ഫീമാ ദക്കർ മുസ്ലിഫ് ഈ പറഞ്ഞ ഒന്നിലുണ്ട്, അത് വേറെ വിഷയമാണ്. ഓരോന്നോരോന്ന് ഫുൾ സ്റ്റോപ്പാണ്. തഗ്ലീബുൻ അതാ പറഞ്ഞത്. അതഞ്ഞ് പറയാൻ പോണത് ഗണ്യതമായ തെളിവുകൾ, ഗണ്യതമായ കായികകൾ എന്നാ പറഞ്ഞത്. ബിൽ ഖവായിദിൽ ഖവാത്തി എന്നല്ല പറഞ്ഞത്, ഗണ്യതമായ ഉറപ്പിക്കപ്പെട്ട എന്ത് കായികകൾ. ഉറപ്പിക്കപ്പെട്ട കായിക അങ്ങനെ ഉറപ്പിക്കല് അതിൻ്റെ ദലീലുകൾ എന്താക്കൽ കൊണ്ട് ഉറപ്പിക്കപ്പെട്ടതായിരിക്കും. അതില്ലത്തിയാന്നല്ലട പറഞ്ഞത്. ഇത് പറയുന്ന കായികകളൊക്കെ എന്തായിരിക്കും എന്ന് പറഞ്ഞത്, ഒരിക്കലും സംശയമില്ലാതെ ഉറപ്പിക്കപ്പെട്ടതായിരിക്കും. അങ്ങനെ ഉറപ്പിക്കലതിന് ദലീലുകൾ ഉറപ്പിച്ചതാണ്. അതെങ്ങനെ ദലീൽ ഉറപ്പിക്കൽ? നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞു. ബുദ്ധി എന്ന് പറഞ്ഞത് ഒരു ദലീലാണ്, അത് ഉറപ്പിക്കപ്പെട്ട ദലീൽ കൊടുക്കും. പിന്നെ നേരത്തെ പറഞ്ഞ് ഇജ്മാ, ഹിസാബും വിചാരണയും ഒക്കെ സ്ഥിരമാക്കുന്ന ഇജ്മാ ഗണ്യതായിരിക്കും. പിന്നെ സഹാബത്തിന്റെ ഇജ്മാ, ഖിയാസും ഖബർ വാഹിദൊക്കെ ഹുജ്ജത്താണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന. മനസ്സിലായ? ഇവിടെ അപ്പൊ ഇതിൽ പറയുന്ന ഉസൂലുകള്, ഇതിൽ പറയുന്ന കവായിദകളൊക്കെ എന്തായിരിക്കും? അതിന്റെ ദലീലുകളൊക്കെ ഇജ്മാ പോലത്തെ സ്ട്രോങ് ദലീലുകളായിരിക്കും. ബുദ്ധി എന്ന് പറഞ്ഞത് സ്ട്രോങ് ദലീലാണ്. അതുപോലെ എന്തും ഇജ്മാ സഹാബത്ത് എല്ലാവരും ഏകോപിക്കുക, അതും എന്താണ്? സ്ട്രോങ് ദലീലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ അക്കുലും ഇജ്മാവുമാണ് നേരത്തെ നമ്മൾ ദലീലുകളെ കൂട്ടത്തിൽ എണ്ണിയത് അല്ലേ? കൽ അഖിലി വൽ ഇജ്മാഇ വ ഇജ്മാഇ സ്വഹാബ. മനസ്സിലായ? അക്കുല ഇജ്മാവാണ് എണ്ണിയത്. വൻ നുസൂസ്, നസ്സുകളും അതും സ്ട്രോങ് ദലീലാണ്. ഖുർആന്റെ വ്യക്തമായ പദങ്ങൾ ഖുർആനിൽ വ്യക്തമായി വന്നാൽ പിന്നെ അത് സ്ട്രോങ് അല്ലേ? പിന്നെ ഇനി ഇതിൽ കുറച്ച് കായികകൾ ഇനി കിതാബിൽ, ഈ നമ്മളെ കിതാബിൽ നമ്മളെ ജമ്മല് കുറച്ച് കായികകളുണ്ട്. അത്ര ഉറപ്പിക്കപ്പെട്ടതല്ല. ഇതിൽ എന്ത് ഇനി പറയുന്നുണ്ട്? കായികകളുണ്ട്. അതെന്തല്ല? അത് ഖവാത്തി അല്ല. അതിന്റെ ദലീലുകൾ ഇപ്രകാരം. നമ്മൾ നേരത്തെ പറഞ്ഞ അഖ്ല് പറഞ്ഞത് സ്ട്രോങ് ആണ്, ഇജ്മാ സ്ട്രോങ് ആണ്, നസ്സു സ്ട്രോങ് ആണ്. അങ്ങനെയുള്ളതല്ലാത്തത് കൊണ്ട് സ്ഥിരപ്പെട്ട ചില കായികകൾ പറയുന്നുണ്ട്. അത് അത്ര എന്താവില്ല, അപ്പം അത്ര ഗണ്യതമാക്കപ്പെടില്ല, ഉറപ്പിക്കപ്പെടുന്നില്ല. അപ്പൊ ഇവിടെ ഇതിലുള്ള കായികകളൊക്കെ ഉറപ്പിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത് അധിക കായികകൾ എന്ന് വെക്കണം. ചില കായികകൾ അങ്ങനെ ഉറപ്പിക്കപ്പെടാത്ത കായികകളുണ്ട്. അപ്പൊ മികപ്പിക്കലുണ്ട്. അതിലുള്ള ഭൂരിപക്ഷത്തിനെ ആലേക്ക് ആണ് സൂചിപ്പിച്ചുകൊണ്ടാണ് മൂപ്പര് ഇതിലെ കായികകളൊക്കെ ഉറപ്പിക്കപ്പെട്ടതെന്ന് മൊത്തത്തിൽ പറഞ്ഞത്. അതിൽ എന്തല്ലത് എല്ലാ കായികകളും ഉറപ്പിക്കപ്പെട്ടു എന്ന് അർത്ഥമില്ല. മിക്കവാറും കായികകളും എന്തുണ്ട്? അപ്പൊ മിക്കവാറും അങ്ങനെ ആയതുകൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒറ്റവാക്കിൽ പറഞ്ഞു പോയതാണ്. മനസ്സിലായ? തഗ്ലീബിന്റെ വജഹിലൂടെ പറഞ്ഞതാണെന്ന് അർത്ഥം. മിക്കവാറും ഉള്ളതിനെ മൊത്തത്തിലാണ്ട് പറഞ്ഞു പോയതാണ്. അതിൽ ചിലത് അങ്ങനെ ഉറപ്പിച്ചാത്തുണ്ട്. ഫീമ ഒന്നിലുണ്ട്, മുസന്നിഫ ഒന്നിനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒന്നിലുണ്ട് തഗ്ലീബുൻ, അതാണ് മുദ്ദ. മികപ്പിക്കലുണ്ട്. മുസന്നിഫ് ഓലെല്ലാരും ഉഷാറാണെന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്ന് പേടുണ്ടാവും, എന്നാലും എല്ലാവരും ഉഷാറാന്നാ പറയല്.
ഫീമ ഒന്നിലുണ്ട് ദക്കറഹു ആ ഒന്നിനെ പറഞ്ഞു. എന്താ മുസന്നിഫ് പറഞ്ഞത്? ആ മായുടെ ബയാനാണ്. മിൻ വായിക്കട ബാക്കി മിൻ വായിക്കട മിന്നു കൂട്ടി വായിക്കട. എന്താണ് പൊട്ടന്റെ മാതിരി മിന്നില്ലേ? നമ്മളെ കിതാബിൽ എങ്ങനെ ഉള്ളത് നല്ലത് വായിച്ചു. പിന്നെ ഒന്ന് കിതാബ് വരുമോ? ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് നോക്കാൻ അറിയില്ല. നിങ്ങൾ അന്തിയിലെങ്ങനെടാ എന്നാ വായിച്ച് പൊട്ടന്റെ വിളിച്ചു മിൻ അന്നൽ ഉസൂല. അതിനെ പറ്റി രണ്ടാമത് ഞാൻ ഫീമ ദക്കറ വായിച്ചു. ഫീമ ഒന്നിലുണ്ട് അങ്ങനെ ചേടാ. ഫീമ ദക്കറ മുസ്ലിഫ് പറഞ്ഞ ഒന്നിലുണ്ട് മിൻ അന്നൽ ഉസൂല, ഇതിലുള്ള ഉസൂലുകളൊക്കെ ഖബറ ഇനി ഖബറ വരല്ലേ? അന്നൽ ഉസൂല എന്ന് പറഞ്ഞ പിന്നെ ഖബറ വരല്ലേ? തൻവീനൊന്നുമില്ലേ? മഫായിൽ ഹുസ്ന ഒരു മുൻസരിഫ. മിൻ അന്നൽ ഉസൂല, ഇതിലുള്ള ഉസൂലുകളൊക്കെ ഗണ്യതമായ കായികകളാണ് എന്ന് പറഞ്ഞ ഒന്നിലുണ്ട്. നികപ്പിക്കലുണ്ട്. ഫീമ ഒന്നിലുണ്ട് ദക്കറഹു തഗ്ലീബുൻ. അത് മോത്തേടാ നികപ്പിക്കലാവുന്നത് പറഞ്ഞ ഒന്നിലുണ്ട്. ഖബറുഖദ്ദമ തഗ്ലീബുൻ നികപ്പിക്കലാവുന്നത് പറഞ്ഞ ഒന്ന് എന്തിനാൽ സൂര്യന്ന് ഒട്ടേക്ക് പിരാന്തായാലും അവിടുന്ന് ഓതി പഠിക്കുന്ന കോലാണ്. അന്ന വന്നാല് അവിടെ നേരെ നെസ്ബാണ് വായിക്കല് എന്നുള്ള ആ ബോധം ഇപ്പോഴും വന്നിട്ടില്ല. പിന്നെ അന്നൽ നിശ്ചയ ഉസൂലുകൾ, ഇതിലുള്ള ഉസൂലുകള് ഖവാഇദു ഉറപ്പിക്കപ്പെട്ടതായ കായികകളാണ് എന്ന് പറഞ്ഞ ഈ ഒന്നിലുണ്ട് തഗ്ലീബുൻ മികപ്പിക്കലുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ മികപ്പിക്കലുണ്ടെന്ന് പറയുന്നത്? നിശ്ചയ ഉസൂലുൽ ഫിഖ്ഹിൽ പെട്ടതാണ്. ഒന്ന് ഖത്ഇയ്യൻ ഉസൂലുൽ ഫിഖ്ഹിൽ, ഇതിലുള്ള ഉസൂലുൽ ഫിഖ്ഹിൽ ഉണ്ടല്ലോ നമ്മൾ പറയാൻ പോകുന്ന ഉസൂലുൽ ഫിഖ്ഹ്. ആ ഉസൂലുൽ ഫിഖ്ഹിൽ എന്തുണ്ട്? ഖത്ഇ അല്ലാത്ത ഒന്നുണ്ട്, ഗണ്യതല്ലാത്ത ചില നിയമങ്ങളും ഇതിൽ വരുന്നുണ്ട്. മനസ്സിലായ? അപ്പൊ എല്ലാം കത്താണ് എന്ന് പറയാൻ പറ്റൂല എന്നർത്ഥം. മിൻ ഉസൂലുൽ ഫിഖ്ഹി, കാരണം ഉസൂലുൽ ഫിഖ്ഹിലുണ്ട് ഒന്നുണ്ട്. ഇന്നന്റെ ഇസ്മ അതാണ് ശേഷത്തേക്ക് വന്നതാ. ഇന്നന്റെ ഇസ്മ ഏതാടാ? മിൻ ഉസൂൽ ഫിഖ്ഹി ഖബറാണ്. ഇന്ന മിൻ ഉസൂലുൽ ഫിഖ്ഹി, ഉസൂൽ ഫിഖ്ഹിൽ പെട്ടതാണ് ഒന്ന്. അത് ഗണ്യതല്ല, അത്ര ഗണ്യതല്ല. ഏതുപോലെ ഇസ്തിസ്ഹാബ് എന്നത് ഹുജ്ജത്താണ് എന്ന് പറയുന്നുണ്ട്. നമ്മളെ തെളിവായിട്ട് എന്തൊക്കെയാ പഠിച്ചത്? ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് ഇഞ്ഞുണ്ട്. എന്താ ഇസ്തിസ്ഹാബ് ഹുജ്ജത്താണ് എന്ന നിയമം പോലെ. ഇസ്തിസ്ഹാബ് ഹുജ്ജത്താണ് എന്നുള്ളത് ഇതിൽ പറയുന്ന ഒരു കായിദാണ്, ഖവായിദിൽ പെട്ടതാണ്. ഇതിൽ പറയുന്ന ഒരു പൊതു തത്താണ്. എന്ത് ഹുജ്ജത്താണെന്ന് ഇതിൽ പറയാൻ പോകുന്ന ഒരു തത്താണ്. പക്ഷെ ആ ഇസ്തിസ്ഹാബ് ഹുജ്ജത്താണെന്നുള്ളതിന് തെളിവ് എന്താ? തെളിവ് അത്ര ഗണ്യതൊന്നല്ല. എന്തല്ല ആ കായിദക്കുള്ള ആ കായിദ അത്ര എന്തായിട്ടില്ല. ഈ കായിദ എന്ത് ഇസ്തിസ്ഹാബ് എന്നത് ഹുജ്ജത്താണ് എന്ന കായിദ അത്ര ഗണ്യതല്ല. ഇസ്തിസ്ഹാബ് പറഞ്ഞാല് മുമ്പത്തെ സഹവാസത്തിനോട് തുടർന്നുകൊണ്ട് നിയമം വരും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒതെടുത്ത് നിർപ്പുണ്ട്, പിന്നെ അത് മുറിഞ്ഞെന്ന് സംശയമായാല് എന്താണ് നിയമം? ഒതുണ്ടെന്നല്ലാന്നാ ആദ്യം പോയി ഒതുണ്ടെന്നാ നിയമം. ഒതുണ്ടെന്ന് ഉറപ്പാണ്. പിന്നെ ഒന്ന് മുറിഞ്ഞെന്ന് സംശയമായാല് എന്താ നിയമം? ഒതുണ്ടെന്നാണ്. അതിന്റെ തെളിവായിട്ട് അവർ പറയുന്നത് ഇസ്തിസ്ഹാബാണ്. മുമ്പത്തെ അതിങ്ങനെ ഒതുണ്ട് എന്നുള്ള ഉറപ്പല്ലേ, ആ കൂടെ അങ്ങനെ സാഹസിച്ച് ഒതുണ്ടെന്ന് തന്നെ വെക്കണം. ഈ ഇസ്തിസ്ഹാബ് ഹുജ്ജത്താണ് എന്നതിന് തെളിവ് എന്താന്ന് വെച്ചാൽ അത്ര ഗണ്യതൊന്നല്ല, അത്ര ഗണ്യതമായ തെളിവല്ല എന്നറിയാം. അപ്പൊ ഇതിന്റെ നിയമം എന്താവൂല? അതിന്റെ തെളിവ് ഗണ്യതല്ലെങ്കിൽ ഈ നിയമം എന്തല്ല? ഇസ്തിസ്ഹാബ് ഹുജ്ജത്താണ് എന്ന തത്വം എന്തല്ല? ഗണ്യതല്ല. ഇതിന്റെ തെളിവ് ഗണ്യതല്ലാത്തതുകൊണ്ട്. പിന്നെ ഇതുപോലെ മഫ്ഹൂം മുഖാലഫ ഹുജ്ജത്താണ് എന്നതുപോലെയും മഫ്ഹൂം മുഖാലഫ തെളിവാണ്.
എന്താന്ന് പിന്നെ പഠിച്ചാ മുഖാലഫ ഹുജ്ജത്താണ് എന്നത് ഹുജ്ജത്താണ് എന്നതിന്റെ തെളിവ് അത് ഗണ്യതല്ല, അത് നിയമമാണ്, പൊതു തത്താണ്, ഇതിൽ പറയുന്ന ഒരു ഉസൂലാണ് ആ കായിക. പക്ഷെ അതിന്റെ തെളിവ് അത്ര എന്തല്ല, സ്ട്രോങ് അല്ല. പിന്നെ അതുപോലെ ഉസൂലുദ്ദീനിൽ പെട്ടതാണ്, അഖീദയിൽ പെട്ടതാണ്. ഒന്ന്, അത് കായികയല്ല, പൊതുതത്വേ അല്ലാത്ത കാര്യങ്ങളുണ്ട്. എന്തിലെ അഖീദന്റെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇതിൽ കായികകളെ കൊണ്ടുവരുള്ളൂ എന്നല്ല നേരത്തെ പറഞ്ഞത്. ഇത് കായിക തന്നെ അല്ലാത്തതും ഇനി വരുന്നുണ്ട്. അള്ളാഹു മൗജൂദാണ് എന്നത്, അള്ളാഹ് എന്ന് പറഞ്ഞത് ഒറ്റ ജുസീയല്ല, അള്ളാഹ് ഒരു പൊതുതത്വല്ല. അള്ളാഹു മൗജൂദ് എന്ന് പറഞ്ഞത് സുലദ്ദീനിൽ വരുന്നൊരു തത്താണ്. പക്ഷെ അത് ഖദിയത്തും കുല്ലിയാണോ? അള്ളാഹ് എന്ന് പറഞ്ഞത് സെയ്ദ് പോലെ ഒരു ജുസീയല്ലേ, മനസ്സിലായോ? ഒറ്റ ശഖ്സിനെ പറ്റിയുള്ള ഇതല്ലേ പറയുന്നത്. പൊതുതത്വമാകുമ്പോ എങ്ങനെ ആവണോ? കുല്ലിയാവണം. അത് ഖദിയത്തും ജുസീയായിപ്പോയി. അപ്പൊ കായികല്ല, കായിക നിർവചനത്തിൽ അത് പെടുന്നില്ല. അപ്പൊ കായിക അല്ലാത്തതും ഇനി വരുന്നുണ്ട്. അപ്പോഴും തഗ്ലീബാണ്, ഈ കായിക കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞത് തഗ്ലീബാണ് നോക്കണം. പിന്നെ അള്ളാഹു ലൈസ ബിക്കദ, ഇന്നതല്ല, അത് ജൗഹറല്ല, അറളല്ല, അത് സ്ഥലത്തിന് ആവശ്യമില്ല എന്നൊക്കെ വരുന്നുണ്ട്, മനസ്സിലായ? അപ്പൊ അതൊക്കെ അള്ളാഹിനെ പറ്റി ജുസഇയാണ്, കായികല്ല. എമ്മ ഒന്നിനാൽ സയാറ്റി, അതൊക്കെ പിറകെ വരും. അത് വേറെ, അത് മൊത്തനാ അൽ ആത്തി എന്ന് പറഞ്ഞില്ല, അത് കൊണ്ടുവരും. ബിൽ ഖവാഇദിൽ ഖവാത്തി, ഗണ്യതമായ കായികകളെ. പിന്നെ എങ്ങനെയുള്ള ജമുൽ ജവാമി അൽ ബാലിഗ്, അങ്ങേറ്റത്തെത്തിയതായ സിഫത്താണ്. മിനൽ ഇഹാത്തത്തി, ചുറ്റലിനാൽ, ഉൾക്കൊള്ളിക്കലിനാൽ. ഇല്ല, ഈ രണ്ട് ഉസൂലുകളെ ഉൾക്കൊള്ളിക്കലിനാൽ അങ്ങേയറ്റത്തെത്തിച്ചിട്ടുണ്ട്. അതായത് എല്ലാ അസുലും ഇതിൽ കഴിയുന്ന പരമാവധി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അൽ ബാലിഗ് ഈ കിതാബ് എത്തിച്ചിട്ടുണ്ട്, എല്ലാത്തിനും ഉൾക്കൊള്ളിക്കലിനാൽ, ഉസൂലുകളെ ഉൾക്കൊള്ളിക്കലിനാൽ എങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്? മബലഗ ദവിൽ ജിദ്ദി വ തശ്മീരി, പരിശ്രമമുടയവന്റെ എത്തിക്കൽ എത്തിച്ചിട്ടുണ്ട്. അൽ ബാലിഗ് എത്തിച്ചിട്ടുണ്ട്. മബലഗ ദവിൽ ജിദ്ദി, മുടയവന്റെ എത്തിക്കൽ, വ തശ്മീരി, മെനക്കടലുടയവന്റെയും. അപ്പൊ നേരത്തെ നമ്മൾ ജമൽ ജവാമിക്കിന്റെ ഒരു സിഫത്താ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അൽ ആത്തി ബിൽ ഖവാഇദിൽ ഖവാഖിൽ മിൻ ഫന്നിൽ ഉസൂലിയ്യ. ഇനി രണ്ടാമത്തെ സിഫത്താണിത്. ജമൽ ജവാമിന്റെ പ്രത്യേകതകൾ പറയാണ് മൂപ്പര്. അൽ ബാലിഗി അൽ മിനൽ ഇഹാത്തത്തി, ചുറ്റലിനാൽ, ഉൾക്കൊള്ളിക്കലിനാൽ, ബിൽ അസ്ലൈനി, രണ്ട് അസ്ലിനെ എങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്? മബലഗ ദവിൽ ജിദ്ദി, പരിശ്രമമുടയവന്റെ എത്തിക്കൽ. ഞാൻ വായനാവറായിട്ട് എഴുതിയതൊന്നല്ലത്, മെനക്കെട്ട് കാണാനാണ് എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. പരിശ്രമമുടയവന്റെ എത്തിക്കൽ എത്തിച്ചിട്ടുണ്ട്. തശ്മീരി, മെനക്കടൽ, തശ്മീർ ഷമ്മറ. പിന്നെ ലംയക്കുൽ അൽ ഉസൂലൈനി, അസുലൈനി എന്തിനാ പറഞ്ഞു? ഉസൂൽ എന്നല്ല പറയേണ്ടത്, മിനൽ ഉസൂലൈനി എന്ന് പറഞ്ഞില്ല. അതാണല്ലോ ശരിക്ക് പറയേണ്ടത് അസുല്. എന്തുകൊണ്ട്? ആ ലഘൂകരണത്തെ തെരഞ്ഞെടുത്തതിന് വേണ്ടി അസുലൈനി എന്ന് പറഞ്ഞത് ഒരു വാവക്കണ്ട് ഒഴിഞ്ഞിട്ടില്ല. എന്തിനാണ് മൂപ്പരെ ഉസൂലൈനി എന്ന് പറയാത്തത്? ഈ ലഘു ആണ്. ലംയക്കുൽ മൂപ്പര് പറഞ്ഞില്ല. തഫ്ഫീഫിനെ തെരഞ്ഞെടുത്തതിന് വേണ്ടി. എന്താ തിരിച്ചറിയാമല്ലേനു? ഇത് അസലിന്റെ അർത്ഥം ഉസൂല് എന്നാണ്. അപ്പൊ അസലിന് വേറെ എന്തെങ്കിലും അർത്ഥം വെക്കൂല.
ഇതൊന്ന് മനസ്സിലാവുമല്ലോ ബുദ്ധിയുള്ളവർക്ക്. ഇത് ഉസൂലിൻ്റെ അർത്ഥാണ്. മിൻ ഗൈരി തിരിച്ചറിയായ്മ ഇല്ലാതെ അവലോട് കൂടെ. ആ എങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്? അൽ ബാലിഗിന്റെ മഫ്ഊല് ആണ്. മബലഗ ദബിൽ ജിദ്ദി, പരിശ്രമമുടയവന്റെ എത്തിക്കൽ. ജിദ്ദി ജദ്ദിയല്ല, ജദ്ദാകുമ്പോ വജീഫാവും. ഐ ബുലൂഗ എന്നടാ, മബലഗാന്റെ ബയാനാണ്. അതന്നെ ദബിൽ ജിദ്ദി പറഞ്ഞ അസ്ഹാബി എന്നാണ്, ദബിക്ക് അസ്ഹാബി എന്നുള്ള അർത്ഥം. അപ്പൊ അധ്വാനിക്കൽ ഉടയവന്റെ എത്തിക്കൽ എത്തിച്ചിട്ടുണ്ട്. ബുലൂഗാറിന് മഫ്ഊല് മുത്തലക്കാണ്. അത് ബാലിഗ് ബുലൂഗ ലാരിബിൽ അർബ എന്ന് പറഞ്ഞ മതി. തസ്മീരി മെനക്കടലിന്റെയും എന്തിനാ മിൻ തിൽക്കൽ ഇഹാത്തത്തി, പരിശ്രമമുടയവന്റെ എത്തിക്കൽ. എന്തിനാൽ, എന്തിൽ നിന്നും? ആ ഉൾക്കൊള്ളിക്കലിൽ നിന്നും. മിൻ തിൽക്കൽ ഇഹാത്തത്തി, ആ ഉൾക്കൊള്ളിക്കലിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എന്നർത്ഥം. നിസ്ബത്തി ഇലൽ ഇഹാത്തത്തി, ആ ഉൾക്കൊള്ളിക്കലിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട് പരിശ്രമമുടയവന്റെ എത്തിക്കൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ജമുൽ ജവാമിന് മൂന്നാമത്തെ സിഫത്ത്. ഈ ജമുൽ ജവാമി പിന്നെ എങ്ങനെയുള്ളതാണ്? അത് വന്നതാണ് എന്തിനാൽ? മിൻ സുഹായി മിഅത്തി മുസന്നഫിൻ, മുസന്നിഫല്ല, 100 ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്നതായ ഈ ജമുൽ ജവാമി അൽ വാലിദി വന്നതായ. എന്തിൽ നിന്ന് വന്നതായ? 100 ഗ്രന്ഥങ്ങളുടെ സുഹായിൽ നിന്ന് വന്നതായ. സുഹാ എന്ന് പറഞ്ഞാല് ഖദർ. 100 ഗ്രന്ഥങ്ങളുടെ ഖദറിൽ നിന്ന്, അളവിൽ നിന്ന് വന്നതായ. ഇത്രയും ഗ്രന്ഥങ്ങളുടെ അളവിൽ നിന്ന് വന്നിക്കണെന്ന് സുഹായിന് ഖദർ എന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായടാ? അവിടെ ഹംസ ഉണ്ട്, ലാസ്റ്റ് ഹംസ കൊടുത്താലാണ് മന്ത് എന്ന് പറഞ്ഞത്. മറ്റേ കസുറു എന്നാ പറഞ്ഞത്, ഹംസ കളഞ്ഞാല്. സുഹ എന്നാണെങ്കിൽ കസുറു എന്നാണ്, ഇപ്പൊ മാത്രം നോക്കുള്ളൂ. അതെ, ഖദിരി മിഅത്തി മുസന്നഫ് എന്നാണ്. 100 രചനകളുടെ ഖദർ. സുഹായിന് ഖദർ എന്നാണ്. തഖരീബൻ 100 എന്ന് പറഞ്ഞത് സുമാറാണ്. ഈ ഖദർ സഹൗത്തുഹു ബികദ, സഹൗത്തുഹു ബികദ എന്ന് പറയും, ഞാൻ അളന്നു എന്നുള്ള അർത്ഥത്തിൽ. ഈ സുഹാ എന്ന് പറഞ്ഞ ഏത് പദത്തിൽ നിന്നുള്ള പദമാണ്? സഹൗത്തുഹു, ഞാൻ അതിനെ, ഹറസ്തുഹു, ഹസർത്തുഹു, ഹസർത്തുഹു ഐ ഖദ്ദർതുഹു ബിലാ തസ്സീൽ, ഞാൻ അതിനെ കണക്കാക്കി, ഞാൻ അതിനെ നിഗമനം വെച്ച് എണ്ണീനാണ്. കൃത്യം എണ്ണാതെ ഒറ്റ നോട്ടത്തിനാ. അവിടെ ഒരു 10 ആളുണ്ട്, അങ്ങനെ എണ്ണീട്ടില്ല, ഒരു 10. അങ്ങനെ ഒറ്റ നോട്ടത്തിലാണ് നോക്കിക്കാണ്ട് പറയില്ല. അതിനാണ് ഹസർതുഹു, ഞാൻ അതിനെ കണക്കാക്കിയത്. അപ്പൊ സഹൗതുഹു ഹക്കാഹു സഗാനി, ഇതിനെ സഗാനി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തിനാ? ഈ സുഹാ എന്ന് പറഞ്ഞാല് സഹൗത്തുഹു എന്നതിൽ നിന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു കണ്ടേ. അതിന്റെ ഭാഷ വിവരിച്ചത് ആരാണ്? സഗാനിയാണ്. മാവറാഉന്നഹർ ഭാഗത്തുള്ള ഒരു രാജ്യമാണ് സഗാനി എന്ന് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്താനത്തിൽപ്പെട്ടാണ് ഈ സഗാനി. മുഹദ്ദിസാണ്, ഭാഷാ പണ്ഡിതനാണ്. അതുകൊണ്ട് മൂപ്പര കിതാബ് ഭാഷയുടെ കിതാബായതുകൊണ്ട് ഭാഷാ പണ്ഡിതനും മുഹദ്ദിസുമാണ്. മൂപ്പര ഭാഷയിൽ അവലംബാണ്. മൂപ്പര് ഭാഷ പറയുന്ന കിതാബുകൾ മൂപ്പര് രചിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. പിന്നെ സഹൗത്തുഹു എന്നല്ല നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ വാവല്ല ഹാഇന് ശേഷമുള്ളത്. അപ്പൊ സുഹാ എന്ന് പറയുമ്പോ സുഹാവ് ആയിരിക്കും അസ്ല്. മനസ്സിലായ? ആ ഹംസ ശരിക്കും എന്തായിരുന്നു? അതാണ് കുലിബത്തുൽ വാവു ഹംസത്തൻ.
വാവിന് ഹംസാക്കി മറിച്ചതാണ്. ശരിക്കും അവിടെ വാവാണ്, ഹംസ അസലല്ല. കാരണം സഹൗത്തു എന്നതിൽ നിന്നാണെന്ന് പറഞ്ഞത് മനസ്സിലാക്കല്ല. ആ എന്തിനാ വാവിന് ഹംസാക്കിയില്? തത്തറുഫിഹ, വാവ് തൊറഫിൽ വാക്കിയതിന് വേണ്ടി. അലിഫിൻ സായിദായ അലിഫിന് ശേഷം വാവ് തൊറഫിൽ വന്നു. അത് നമ്മൾ ജഞ്ചാൽ പഠിച്ചൊരു തത്താണ്. സായിദായ അലിഫിന് ശേഷം വാവ് വന്നാൽ വാവിനെ മറിച്ച് എന്താക്കുന്നത്? ഹംസാക്കും. മനസ്സിലായോ? ദുഹാവ് നടോ സായിദായ അലിഫിന് ശേഷം സഹൗത്തുല് അലിഫ് സായിദാണ്. അലിഫ് പിന്നെ എന്താ വാവ് പിന്നെ നമ്മുടെ സഹൗത്തു എന്ന് പറഞ്ഞ വാവാണ്, ലാമഫീലായ വാവാണ്. അപ്പൊ ആ സായ് പിന്നെ കിസാബ് എന്നതിന് അവിടെ അസല് സായിദ് അലിഫിന് ശേഷം ഹംസ വാവ് വന്നപ്പോ വാവിന് മറിച്ച് അൽഫാക്കിയതാണ്, ഹംസാക്കിയതാണ്. ആവട്ടെ. അൽ വാരിദി, ഈ ജമ്മുൽ ജവാമി വന്നത് എന്തിൽ നിന്ന് വന്നത്? 100 ഗ്രന്ഥങ്ങളുടെ അളവിൽ നിന്ന്, ഖദറിൽ നിന്ന് വന്നത്. സുഹാനി ഖദർ എന്ന് വെച്ചത്. മൻഹലൻ, ഇത് എന്തായ നിലക്ക് വന്നു? മൻഹലൻ, ഒരു ഉറവിടമായ നിലക്ക് വന്നു. വെള്ളത്തിൻ്റെ ഒക്കെ ഉറവിടല്ല മൻഹലെന്ന് ചില കിതാബിനും വരും. മൻഹലൻ, ഇത് ഉറവിടമായ നിലക്ക് വന്നു. ഹാലുൻ, യുറുവി എങ്ങനെയുള്ള ഉറവിടം? അത് ദാഹം തീർക്കുന്ന, വയമീറു വിശപ്പ് മാറ്റുന്ന, വയറ് നിറക്കുന്ന. വയറ് നിറക്കുകയും ദാഹം മാറ്റുകയും ചെയ്യുന്ന ഉറവിടമായ നിലക്ക് വന്നു. മൻഹല എന്ന് പറഞ്ഞാൽ ഹാലാണത്, ഉറവിടമായ നിലക്ക്. അൽ വാരിദി, അൽ വാരിദ് പറഞ്ഞാൽ ജമ്മിലേക്ക് മടങ്ങുന്ന ഒരു ലമീറില്ലേ? അപ്പൊ മൻഹൽ എന്ന് പറഞ്ഞാൽ അൽ വാരിദിലുള്ള ജമ്മുൽ ജവാമിയിലേക്ക് മടങ്ങുന്ന ലമീറില്ലേ? മൻഹലൻ ജമ്മുൽ ജവാമി തന്നെ ഉറവിടമായ നിലക്ക് അത് വന്നു. അൽ വാരിദി തന്നെ വന്നു എന്നല്ലേ. പിന്നെ യറുവി, അത് ദാഹം മാറ്റും. യറുവി എന്നല്ലാന്നറിയാം, അപ്പൊ നമ്മുകൊണ്ട് ആരേ ദാഹം മാറ്റം? മഫൂലാണ് യറുവിന്റെ. ദാഹിച്ച എല്ലാവരെയും. എന്തിലേക്ക് ദാഹിച്ച? ഇലാമ, ഒന്നിലേക്ക്. ഒന്നാകുന്നത് ജമ്മിലുണ്ട്. ജമ്മിലുള്ള ഈ ഒന്നിലേക്ക് ദാഹിക്കുന്നവരുടെ ദാഹം മാറ്റും. പിന്നെ യമീറു, അത് വിശപ്പ് മാറ്റും, വയറ് നിറക്കും. അവിടെ യമീറു എന്ന് വായിക്കരുത് എന്നർത്ഥം. യുസ്ബി അസ്ബ എന്നാണ് വയറ് നിറക്കിനെന്ന് പറഞ്ഞത്. യുസ്ബി വയറ് നിറക്കും, മഫൂല് എല്ലാ വിശന്നവനെയും. ഒന്നിലേക്ക് ഒന്നാകുന്നത് ഫിഹി ജമ്മിലുണ്ട്. എടാ ലമീറ ഞാൻ മടക്കി കൊടുക്കണ്ടേ, പൊട്ടനല്ല ഞാനേ. ഇലാമ ഒന്നിലേക്ക്, ഒന്നാകുന്നത് ജമ്മുൽ ജവാമി. ഇലാമാനൊരു മസാലയിലേക്ക്, ഒരു കായികകളിലേക്ക്. ആ കായികയാവുന്നത് ഫിഹി ജമ്മിലുണ്ട്. പിന്നെ യമീറു പറഞ്ഞ മാതി എന്താ? മിൻ മാറ അഖിലഹൂ, മാറ അവൻ വിശപ്പ് മാറ്റി, അഖിലഹു അവന്റെ വീട്ടുകാരെ എന്ന് പറയുന്നുണ്ട്. അത്താഹും അവർക്ക് അവൻ കൊണ്ടുവന്നു. അഖില എന്നാണ് മഫൂലട്ട, മാറ അഖിലഹു. പിന്നെ അത്താഹും അവൻ കൊണ്ടുവന്നു, ഹും അവർക്ക് ഭക്ഷണത്തെ. മീറത്ത് പറഞ്ഞ ഭക്ഷണം. ഏത് ഭക്ഷണം? മീറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം. അന്നഹു, അതിന്റെ സിഫത്തപ്പെട്ടതാണ് വയറ് നിറക്കല്. വയറ് നിറക്കുന്ന ഭക്ഷണത്തിനാണ് മീറത്ത്. അല്ലാതെ ചെറിയൊരു കടലമണി കൊണ്ടുവന്നാലും മീറത്ത് കൊണ്ടുവന്നറില്ല. മനസ്സിലാ? മാറ അഖിലഹു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പള്ള അറക്കണ ഭക്ഷണം കൊണ്ട് മന്തിയൊക്കെ കൊണ്ടുവരണം, അപ്പോഴാണ് മാറ അഖിലഹു എന്ന് പറയുള്ളൂ. മനസ്സിലായ? അത്താഹും അവർക്ക് കൊണ്ടുവന്നു ബിൽ മീറത്തി, വയറ് ഭക്ഷണമല്ല, വയറ് നിറക്കണ ഭക്ഷണം. മീറത്തിന്റെ അർത്ഥമാണത്. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നിങ്ങളെ മറ്റേ ഭക്ഷണം പറഞ്ഞത്. പിന്നെ ഇവിടെ യുറുവി, എന്ത് യുറുവി പറഞ്ഞാൽ എന്താ വെച്ച്? ദാഹം തീർക്കും. ആർക്ക്? ദാഹിച്ചവനെയും. അല്ല, ഇതിലേക്ക് ദാഹിച്ചവനെ. മഫൂല് കളഞ്ഞതാണ് അപ്പൊ യുറുവിന്റെ. അതുപോലെ തന്നെ യമീറു പറഞ്ഞാൽ എന്താ? ആരെ?
ആരെ കുല്ല ജായി എന്നാണ്, മനസ്സിലായ? അവിടെ എന്ത് കളഞ്ഞിക്കണേ? ഇവിടെ മുസന്നിഫ് എന്തിനാ കളഞ്ഞിന് അല്ലേ? മുസന്നിഫ് ആ ഫീല് മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ, മഫൂല് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറയുന്നത്. ഫഹദഫ മുസന്നിഫ് കളഞ്ഞു. മാമൂലൈ അൽ ഫീലൈൻ, രണ്ട് ഫീലിന്റെ അതിന്റെ ഓരോ മാമൂലിനെയും രണ്ട് മാമൂലിനെയും കളഞ്ഞു. അതെന്തിനാ കളഞ്ഞത്? ലിത്താമീമി, വിശാലമായിട്ടാണ് വിട്ടതിന് വേണ്ടി. ചുരുക്കി പറയലും ഉണ്ടായതോടുകൂടെ രണ്ട് കാരണമുണ്ട്. ചുരുക്കി പറയലും ഉണ്ട്, പിന്നെ ആർക്ക് എന്നുള്ളത് പറയണ്ട. ഇത് ഈ കിതാബ് ദാഹം തീർക്കുകയും വിശപ്പ് മാറ്റുകയും ചെയ്യും. ആർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഓർക്ക് മാത്രമാകണ്ടല്ല, ആർക്കൊക്കെ എല്ലാവർക്കും എന്നായിക്കോട്ടെ. സംഭവം ദാഹിച്ചവർക്ക് ശാരിയൊക്കെ കൊടുത്തിക്കണമെങ്കിലും എല്ലാ ദാഹിച്ചവരെയും ദാഹം തീർക്കും, എല്ലാ വിശപ്പുള്ളവരെയും വിശപ്പ് മാറ്റും, വയറ് നിറപ്പിക്കും. അപ്പൊ എല്ലാവരും തന്നെ പെടുത്താനാണ് അങ്ങനെ കളഞ്ഞത്. ഇങ്ങനെ തമീമിനാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി കളഞ്ഞത്? അല്ല, മുസന്നിഫ് ഇത് കളയാൻ കാരണം തമീമിന് ഇഖ്തിസാറിന് വേണ്ടിയാണ് നടന്നത്. ബികരീനത്തി സിയാക്കി, അത് എന്തെന്ന് കിട്ടും? സന്ദർഭത്തിന്റെ തെളിവ് കൊണ്ട്. ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം മൂപ്പര് അവിടെ കളയലിന്റെ കാരണം എന്തിനാണ്? എല്ലാവർക്കും എന്നുള്ള അർത്ഥം ഏതോ ഒരു ചില വിഭാഗത്തിന് മാത്രം എന്നും ആവാൻ സാധ്യതയൊക്കെ ഉണ്ട്. അവിടെ ആണ്. അപ്പൊ ഇത് ഇവിടെ ഈ തമീമനാണെന്ന് എങ്ങനെ കിട്ടും? അത് ഇവിടെ മധുഹ പറയല്ലേ, അപ്പൊ എല്ലാവർക്കും കൊണ്ട് വെക്കുക നല്ലത്. ഈ കിതാബിന്റെ മധുഹ പറയല്ലേ, ഇത് വിശപ്പ് മാറ്റും, ആർക്ക്? എല്ലാവർക്കും. ആർക്കാന്നൊന്നും പറഞ്ഞു. പിന്നെ വൽ മൻഹലു, മൻഹല് എന്ന് പറഞ്ഞാൽ ഐനു മാഇൻ തൂറദു, നദി അല്ലേ? എന്താ ഞാൻ അർത്ഥം വെച്ചിന്? ഉറവിടമായ നിലക്ക് ഐനുമായി വെള്ളത്തിന്റെ നദിയാണ് തൂറദു, അവിടേക്ക് വരപ്പെടും. എന്തേ? ആളുകളെ ആ വെള്ളം എടുക്കാന് വരപ്പെടും, അതിലേക്ക് വരപ്പെടും. വരുന്ന ആൾ ആരാന്ന് പറയണ്ട, ആരൊക്കെ വരപ്പെടും. വസ്ഫുഹു, ഈ നദിക്ക് വസ്ഫ് പറഞ്ഞത് എങ്ങനെയുള്ള നദിയാണ്? ദാഹം തീർക്കും എന്നല്ലേ പറഞ്ഞേ? വസ്ഫിന് വസ്ഫ് പറഞ്ഞത് എടാ യുറുവി എന്നല്ലടാ പറഞ്ഞത്, അറുവ യുറുവി എന്നാണ് ഉള്ള പദം. പിന്നെ എങ്ങനെ അറുവ എന്ന് പറഞ്ഞേ? അഫല യുഫീലു വസ്ഫുഹു, അത് മൂത്താണ്. മൂത്തൊക്കെ അർത്ഥം വെക്കണം. പൊട്ടന്റെ കളിച്ച് കണ്ടിട്ട് വരണ്ട. വസ്ഫുഹു എന്താ അർത്ഥം? മനഹലിന് ആകുന്നത്. ഇറുവായ് കൊണ്ട് വസ്തു പറഞ്ഞതും ദാഹം തീർക്കൽ കൊണ്ടും വയറ് നിറക്കൽ കൊണ്ടും വസ്തു പറഞ്ഞതാകുന്നത് അത് ഏതുപോലെയാണ്? സംസം വെള്ളം പോലെയാണ്. വെള്ളം കൊണ്ട് എങ്ങനെ വയറ് നിറക്കല്? അല്ല, വിശപ്പ് മാറ്റല്. സംസം വെള്ളത്തിനൊക്കെ മാതിരിയാണ്. സംസം വെള്ളം രണ്ടിനും പറ്റും. ദാഹം പോകും, വിശപ്പും മാറും. പ്രത്യേകത വേണ്ട എന്ന മാതിരിയാണ് കിതാബ്. പിന്നെ സംസം യുറുവിൽ അത്ഷാന, ദാഹിച്ചവന് ദാഹം മാറ്റും. ജൂആന, അങ്ങനല്ലേ? അത് വിശന്ന് അർക്കത്തിട്ടിക്കണ അവനങ്ങനെയൊക്കെ ജൗആന, വിശന്നവന് വിശപ്പ് മാറ്റും. പിന്നെ ഇവിടെ ഇപ്പൊ യഥാർത്ഥത്തില് നമ്മളെ ജമ്മുൽ ജവാമിയാണല്ലോ ഇപ്പൊ ഈ ഉറവിടായത്, വെള്ളമായത്, നദിയായത്. അതിപ്പോ ദാഹം മാറ്റ വയറ് നിറക്കാന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ഒറിജിനൽ ദാഹം മാറ്റലല്ല, ഇൽമിനെ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം തീർത്തു കൊടുക്കുന്നല്ലേ പറഞ്ഞതിന്റെ ഉദ്ദേശാർത്ഥം. മനസ്സിലായ? അപ്പൊ യുറുവി എന്നൊക്കെ പറഞ്ഞ നേരെ എന്ത് അർത്ഥത്തിനല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ അസദ് എന്ന് പറഞ്ഞ മജാസാണത്, കലിമത്തിലുള്ള മജാസ. ദാഹം മാറ്റും, വയറ് നിറക്കും, വയറിറക്കാൻ നിൽക്കുക. അപ്പൊ തോതിയാല് ചലുടിക്ക് പിന്നെ മുകളിൽ നമ്മള് ധോതിന്റെ ശേഷം വയറ് നിറയുണ്ടാകുമ്പോൾ ഇപ്പൊ ഇത് ഇങ്ങനെ അല്ലല്ലോ ഓതല്, ഇതിനെക്കാട് ഉഷാറിൽ ഓതൂല്ലേ? ഇതിപ്പോ മണനീർച്ച അല്ലല്ലോ ഓതുന്നത്. ഇങ്ങനെ വന്നവർ അന്തങ്ങമ്മയൊക്കെയാണ് വരികയല്ലേ. വയറ് നിറയുന്നുണ്ടെങ്കിൽ ഈ കൊലത്തിലാ നാസറാജിൻ്റെ നിന്നൊക്കെ തിന്നണ തീറ്റ കണ്ടാല്
അതേമാതിരി തിന്നൂല. അപ്പൊ ഇത് വയറ് നിറക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അപ്പൊ ഇതിപ്പോ എന്തിലാണ് ഉപയോഗിച്ചത്? അതിന്റെ ഒറിജിനൽ അർത്ഥമല്ലാത്ത ഉദ്ദേശമാണ്. ഇപ്പൊ വയറ് നിറക്കാന്നാണ്, വയറ് നിറക്കുന്നൊന്നല്ല, ദാഹം മാറ്റലും അല്ല. പഠനത്തിന്റെ ആവശ്യങ്ങളൊക്കെ വീട്ടുന്നുള്ള അർത്ഥമാണ്, പഠിപ്പിക്കുന്നുള്ള അർത്ഥമാണ്, ഇൽമു തരും എന്നുള്ള അർത്ഥമാണ്. ഒമിൻ ഇസ്തിഅമാലിൽ ജൂഇ, ജൂഇനെ ഖബർ മുഖദ്ദമാക്കേണ്ടി വരും. ജൂഇനെ ഉപയോഗിച്ചതിൽ പെട്ടതാണ് വിശപ്പിന്. അതിശിനെ ഉപയോഗിച്ചതിൽ പെട്ടതാണ്. അതിന്റെ നേരെ മായന അല്ലാത്തതിൽ, നേരെ അൽ മാറൂഫി, അതിന്റെ അറിയപ്പെട്ടതായ മായന അല്ലാത്തതിൽ ഉപയോഗിച്ചതിൽ പെട്ടതാണ്. ഖബർ മുഖദ്ദമാണ്. ഇവിടെ അങ്ങനെ ഉപയോഗിച്ചതുപോലെ ആരാകുന്നത്? മുത്താണ്ട് വെറ്റടാ, അറബുകളുടെ വാക്കാകുന്നത്. അത് കൗലുൽ അറബി, അറബികളുടെ വാക്കാ. ഒരു മൂത്യം ഖബർ വന്നാലെന്ന് മനസ്സിലാകാത്ത, മനസ്സിലായ? ജൂയിനെ അത്യുഷനെയും ഫിഗൈരി മാനാകുമൽ മാറൂഫിന്റെ മാറൂഫായ രണ്ടിന്റെ മാനായിൽ അല്ലാത്തതിൽ ഉപയോഗിക്കൽപ്പെട്ടതാണ് കൗലുൽ അറബി. ഇവിടെ അങ്ങനെ ഉപയോഗിച്ചതുപോലെ അറബികളുടെ വേറൊരു വാക്കുണ്ട്, വിശന്നു എന്നുള്ളതിന് എന്താണ് പറയല്? ഞാൻ വിശന്നു എന്നുള്ളതിന് എന്താണ് പറയല്? ജുഅ്തു. കുൽത്തു പോലെ കാലയക്കൂൽ ജായിദു വൈക്കു, ഞാന് വിശന്നു നിന്നെ കാണലിലേക്ക്. അതിന്റെ അർത്ഥം എന്താ? വിശക്കുക. ഇസ്തഖ്തു, ഞാൻ ആഗ്രഹിച്ചു എന്നുള്ള അർത്ഥമല്ല. ആഗ്രഹിച്ചു എന്ന് പറയാനാണ് ഇപ്പൊ ജുഅ്തു എന്നാണ്. ഞാൻ നിന്നെ കാണലിലേക്ക് ദാഹിച്ചു, ഇസ്തഖ്തു എന്ന് സ്വഗാനി അത് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രയോഗം സ്വഗാനിന്റെ കിതാബ് ഏതാ? കിതാബിന്റെ പേര് മതിയാ? ഏറിയാലേ ഓതാതൊക്കെ